ഒരു ബോംബ് കഥയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം കറങ്ങുന്നത്. പിണറായിയിലെ ബോംബ് സ്ഫോടനത്തിൽ ഭരണപക്ഷമായ CPM-ന്റെ ആക്രമണ രാഷ്ട്രീയ കഥകളുടെ നേർചിത്രം അഴിക്കുകയാണ് പ്രതിപക്ഷം. അതൊരു ബോംബല്ല എന്ന മട്ടിലാണ് പോലീസിന്റെ നയം. അതിനെയൊക്കെ ചേർത്ത് മർമ്മത്തടി കൊടുക്കുകയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. CPM എന്ന പാർട്ടിക്ക് ബോംബുമായുള്ള ഓരോ ബന്ധത്തെയും അക്കമിട്ട് നിരത്തുകയാണ് സണ്ണി ജോസഫ്. പണ്ട് P ജയരാജന്റെ മകന്റെ കയ്യിൽ പടക്കം പൊട്ടിയ ഒരു സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ബോംബ് കഥയുടെ കെട്ട് പൊട്ടിക്കുകയാണ്. പിന്നീട് അത് പടക്കമല്ല, ബോംബാണെന്ന് തിരിച്ചറിഞ്ഞു. വിഷുവിന് വേണ്ടി പടക്കം ഉണ്ടാക്കുകയാണെന്നാണ് ആദ്യം അവകാശപ്പെട്ടിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ചെറ്റക്കണ്ടി സംഭവം. ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ 2 CPIM പ്രവർത്തകർ മരിച്ചിരുന്നു. തുടക്കത്തിൽ പാർട്ടി അവരിൽ നിന്ന് അകന്നു നിന്നുവെങ്കിലും പക്ഷേ പിന്നീട് അവർക്കായി ഒരു സ്മാരകം പണിതു. അത് MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അടുത്തത് ഉദ്യമാലി സംഭവം. ഉദ്യമാലിയിലെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വീട്ടിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ 2 പേർ മരിച്ചിരുന്നു. അത് വീട് വൃത്തിയാക്കുന്നതിനിടെ എന്തോ പൊട്ടിത്തെറിച്ചതാണെന്നും എന്നാൽ അത് മറ്റേതോ വസ്തുവാണെന്നും പാർട്ടി അവകാശപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥലം സന്ദർശിക്കുകയും അവരെ രക്തസാക്ഷികളായി അംഗീകരിക്കുകയും ചെയ്തു. അതുപോലെ ചാവശ്ശേരി സംഭവം. കഴിഞ്ഞ വർഷം ചാവശ്ശേരിയിൽ സ്ക്രാപ്പ് ശേഖരിക്കുന്നതിനിടെ ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ അസമിൽ നിന്നുള്ള 2 പേർ മരിച്ചിരുന്നു. എന്നാൽ ആരാണ് ഈ ബോംബുകൾ നിർമ്മിക്കുന്നതെന്നും ആരെയാണ് ലക്ഷ്യമിടുന്നതെന്നും സണ്ണി ജോസഫ് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ CPIM സ്വന്തം പ്രവർത്തകരെ ബലിയർപ്പിച്ച് രക്തസാക്ഷികളാക്കി മാറ്റുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണെന്നാണ് സണ്ണി ജോസഫ് ഊന്നി പറയുന്നത്. പാർട്ടി അതിന്റെ സമീപനം മാറ്റണമെന്നും അത്തരം അപകടകരമായ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകരെ ഉപയോഗിക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും അദ്ദേഹം അക്കമിട്ട് നിരത്തുമ്പോൾ ഇതെങ്ങനെയാണ് CPM-ന് കുലബന്ധം പോലും ഇല്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് എഴുതി തള്ളാനാകുന്നത്? എന്തായാലും നമുക്ക് സണ്ണി ജോസഫിന്റെ ആ വെളിപ്പെടുത്തലിലേക്ക് പോകാം. ഇങ്ങനെ പടക്കം ഒരുപാട് പൊട്ടിയിട്ടുണ്ട്. പണ്ട് P ജയരാജന്റെ മകന്റെ കയ്യിൽ നിന്ന് ഒരു പടക്കം പൊട്ടി, അത് പിന്നെ ബോംബായിട്ട് മാറി. ചെറ്റക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോംബുണ്ടാക്കുമ്പം 2 CPM-കാർ ബോംബ് പൊട്ടി മരിച്ചു. അവരെ അന്ന് തള്ളിപ്പറഞ്ഞു. പിന്നീട് അവർക്ക് അവിടെ തന്നെ രക്തസാക്ഷി സ്മാരകം പണിതിട്ട് കഴിഞ്ഞ വർഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോയി. മാധ്യമങ്ങളും ജനങ്ങളും വലിയ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഗോവിന്ദൻ മാഷ് ഒഴിവായി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പുടിയാമലയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുടെ വീട്ടിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി 2 ആളുകൾ മരിച്ചു. അന്ന് പറഞ്ഞത് അത് വീട് വൃത്തിയാക്കുന്ന സമയത്ത് എന്തോ സാധനം പൊട്ടിയെന്നാണ്. പിന്നീട് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ തന്നെ ആ സ്ഥലത്ത് പോയി അവരെ രക്തസാക്ഷികളായിട്ട് അംഗീകരിച്ച് ആ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി. ചികിത്സയിലുള്ള ആളുകളുടെ ചികിത്സയും അന്ന് പാർട്ടി ഏറ്റെടുത്തു. എത്ര പേരാണ് മരിച്ചിട്ടുള്ളത്? CPM-ന്റെ ബോംബ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ബോംബ് പൊട്ടി എത്ര പേര് മരിച്ചിട്ടുണ്ട്? നിയമസഭയിൽ ഞാൻ 2 തവണ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു. അമാവാസി എന്ന നാടോടി ബാലൻ എന്തോ ആക്രി സാധനം കിട്ടിയിട്ട് അത് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള സാധനം കിട്ടിയത്, അത് പൊട്ടിക്കാൻ വേണ്ടി കുത്തിപ്പൊട്ടിച്ചു. ആ പയ്യൻ്റെ കണ്ണും കയ്യുമല്ലേ പോയത്. അതിനെയാണ് സുഗതകുമാർ ടീച്ചർ പൂർണ്ണചന്ദ്രൻ എന്ന് പേരിട്ട് വിളിച്ചത്. ഡോക്ടർ അശ്വന നമുക്കറിയാമല്ലോ, ബോംബ് സ്ഫോടനത്തിൻ്റെ ഇരയല്ലേ. എത്ര പേര് മരിച്ചിരിക്കുന്നു? എൻ്റെ നാട്ടിലെ പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ചാവശ്ശേരിയിൽ കഴിഞ്ഞ വർഷം 2 ആസാം സ്വദേശികൾ ആക്രി സാധനം പറക്കുന്നവരാണ്. അവർക്കൊരു ഇതുപോലെ തന്നെ ഒരു കുടം പോലെ ഒരു സാധനം കിട്ടി. അതവർ പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ആസാമിൽ നിന്ന് വന്ന 3 പേര്, ഉപ്പയും 2 മക്കളും, ഉപ്പയും ഒരു മകനും മരിച്ചു. അവരുടെ മൃതശരീരവുമായിട്ട് ജ്യേഷ്ഠൻ ആസാമിലേക്ക് വണ്ടി കയറിയത് നാട്ടുകാരുടെ സഹായത്തോടെയാണ്. ഞാൻ നിയമസഭയിൽ ആ വിഷയം അടിയന്തര പ്രമേയം കൊണ്ടുപോകും. ഇതെല്ലാം ഗവൺമെൻറ്റിന് അറിയാം, മുഖ്യമന്ത്രിക്ക് അറിയാം. മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ഇത്, പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ്. അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരൊറ്റ കേസിലും ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, കണ്ണൂർ ജില്ലക്കാരനായതുകൊണ്ട്. ഇതാരുണ്ടാക്കി, ആരെ ലക്ഷ്യം വെച്ചുണ്ടാക്കി ബോംബ്? ആരുണ്ടാക്കി, ആരെ ലക്ഷ്യം വെച്ച്, ആരെ ടാർഗറ്റ് ചെയ്തുണ്ടാക്കി, ആരിതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായി? ഇന്ന് മെറ്റീരിയൽസ് വേണ്ടേ? സ്ഥലം തിരഞ്ഞെടുക്കണ്ടേ? എത്ര സംഭവങ്ങൾ ആവർത്തിച്ച് മിനിമം സ്വന്തം പ്രവർത്തകരെയെങ്കിലും പാർട്ടി പ്രവർത്തകരെയെങ്കിലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, അവരെ ബലി കൊടുക്കുന്ന, രക്തസാക്ഷികളാക്കുന്ന, അവരെ കൊലയ്ക്ക് കൊടുക്കുന്ന CPM-ന്റെ സമീപനം അവർ തന്നെ തിരുത്തണം. നിരവധിയായ സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു. P ജയരാജൻ്റെ മകൻ്റെ കയ്യിൽ ബോംബ് പൊട്ടിയപ്പോൾ പറഞ്ഞത് വിഷുവിന് പടക്കം ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ ചോദിച്ചു, കലുങ്കിൻ്റെ അടിയിലാണോ പടക്കം ഉണ്ടാക്കുന്നത് ചോദിച്ചു. അവസാനം
LDFിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു, പോലീസായിരുന്നു, അവർ നിയന്ത്രിച്ച ആഭ്യന്തര വകുപ്പായിരുന്നു, അവർക്ക് തന്നെ കേസെടുക്കേണ്ടി വന്നു. ഈ സംഭവം അങ്ങനെ തന്നെയാണ്, അതിൻ്റെ തനി ആവർത്തനമാണ്, ബോംബ് നിർമ്മാണം തന്നെയാണ്.